ഹലോ ഗൈസ്, നമ്മളൊരു വേറെ ലെവൽ വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ക്രാഫ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ക്രാഫ്റ്റ് ബിൽഡിങ്ങിലേ മറ്റേ ഞാൻ ക്രിയേറ്റീവാണ് ഞാൻ ഇട്ടിരിക്കണത്. പക്ഷേ അന്നത്തെ വില്ലേജ് ഞാൻ കണ്ട്. പക്ഷെ നിൽക്കി ഗൈസ്, ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ വീട് കാണിച്ചു തരാം. കുറേ ദൂരമുണ്ട്, അതൊരു ഞാൻ പോസ് ചെയ്യാം. ഗൈസ് ഇത് കണ്ട, ഇതാണ് എൻ്റെ വീട്. എവിടെ? ഇതാണ് എൻ്റെ വീട് ഗൈസ്, കണ്ടോ? കുറേ വില്ലേജസും കുറേ ഏതോ ഒരു സാധനങ്ങൾ, കുറേ വീട് ഞാൻ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പട്ടിക വരയ്ക്കും ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മറ്റേ അക്വേറിയം പോലത്തെ ഒരു സാധനം. ഈ ഇതിൻ്റെ ചിക്കൻ വീഡിയോ എടുക്കുന്നു. ഹലോ ഗൈസ്, പിന്നെ ഓരോരുത്തന്മാരുടെ വീട് കക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട ഓരോരുത്തന്മാർ. ഇതിൻ്റെ പട്ടികൾ അവിടെ കിടന്ന് കഷ്ടപ്പെടണം. കണ്ട ഗൈസ്, ഞാനൊരു വേറെ ലെവൽ കാണിച്ചു തരാം. സോറി, ഞാനിപ്പോൾ പോട്ടെ. എന്നെ കൊണ്ടിരിക്കുകയാണ് വേഗം. ഇതാണ് ഇപ്പം എങ്ങാനും ഇത് കണ്ട ഗൈസ്, ഇതാണ് ഞാനും ഈ സുനാമിയോ ഇതോ ഞാൻ സുനാമിയോ ഇതോ വല്ല വന്ന എൻ്റെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സീക്രട്ട് വീട്ടിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എത്രയാണെന്ന് പറഞ്ഞാൽ മതി. പോയി വെളിയിലൊന്ന് പോയിട്ട് പിന്നെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മളുടെ സെക്കൻഡ് സീക്രട്ട് ഡോർ എന്ന് വെച്ചാൽ ഇതാണ്. കണ്ട, ഇതാണ് നമ്മളെ സെക്കൻഡ് സീക്രട്ട് ഡോർ. ഇവിടെ ഇതല്ല ഗൈസ്, ഇത് നമ്മളെ കോഴിക്കൂടാണ് ഗൈസ്. കണ്ട, നമ്മളെ കോഴിക്കൂടാണ്. ഇതാണ് സെക്കൻഡ് പ്ലേസ്. ഞാൻ എവിടെ പോയാലും കാവൽക്കാരൻ്റെ വേറൊരു റൂമിൽ കുറെ കോഴിക്കൂട്ടത്തിന് കണ്ടിട്ടുണ്ട്. പാരറ്റുണ്ട്, ചിക്കനുണ്ട്, എല്ലാവരും മുട്ടയും കിട്ടും. കുറേ ഞാൻ കാണിച്ചു തരാറുണ്ട്, കുറേ കാണിച്ചു തരാറുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കൊച്ചി വില്ലേജ്. കണ്ട, ഇത്ര വില്ലേജ്. അടുത്തത് എൻ്റെ സീക്രട്ട് പ്ലേസ് ആയിട്ടുള്ളത് ഇവിടെ എവിടെയോ വരുന്നെന്ന് തോന്നുന്നു സീക്രട്ട് പ്ലേസ്. ഇവിടെയാണോ അതോ ഇവിടെ താഴെ വല്ലോ ആണോ എന്നൊരു ഇവിടെയാണ് എൻ്റെ തേർഡ് സീക്രട്ട് പ്ലേസ്. ഞാനത് വില്ലേജറിനാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ തോലച്ചാടാ. ഇവിടെ എവിടെയാണ് ഞാൻ ഇട്ടിരുന്ന? വില്ലേജറിൻ്റെ കാര്യം കട്ടപ്പുകയേക്കാണ്. ഞാനാദ്യം ഇതിങ്ങോട്ടാണെങ്കിൽ പിന്നെ ഇതിങ്ങോട്ടായിരിക്കും. ഇതാണ്. കണ്ട ഗൈസ്, കണ്ട എത്ര വില്ലേജ് ഒന്നുണ്ട. ഞാൻ ക്രിയേറ്റീവ് മോഡാണ് ഞാൻ ഇട്ടിരിക്കണത്. കണ്ട, ഒന്നുമില്ല. കണ്ട, ക്രിയേറ്റീവ് മോഡിൽ ഞാൻ വിചാരിച്ചില്ല. അറിയാറുണ്ട്. കണ്ട, എങ്ങോട്ടാണ് പോണത്? സത്യത്തില് ഞാൻ എന്തിനാണ് ചിലപ്പോൾ പോണത്? ഇവന്മാര് എന്തോ കാണിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്തുകൂടായിരുന്നാ? എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ വില്ലേജ് ഉണ്ടെന്ന്. കണ്ടോ, എത്ര ചെറിയ വില്ലേജാണെന്ന്. കണ്ടോ, ബെഡ് കണ്ടോ, ബെഡ് കണ്ടോ, എല്ലാം ബെഡ്.
എല്ലാത്തവന്മാർ, അയ്യോ സോറി, തന്നെ എല്ലാത്തവന്മാരും ഉണ്ടായിരുന്നല്ലേ. എടാ നീയൊക്കെ എന്തിനടാ ഇങ്ങോട്ട് പോകണം? ഇതൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസ് യുനോ. യെസ്, ഇനിയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഫുൾ വെള്ളമാണ് കേട്ടോ ഗൈസ്. ഈ വെള്ളമൊക്കെ എവിടെ ചെന്ന് ഇറങ്ങുമെന്തോ ആർക്കറിയാം. നമുക്കിപ്പോൾ വില്ലേജർ എന്താണെന്നാണ് നോക്കണമെന്നാണ് നമുക്കറിയേണ്ടത്. ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സത്യത്തിൽ. കുറേ ഉണ്ടായിരുന്നു, കുറേ മരങ്ങൾ കൊണ്ടുള്ള ഇതൊക്കെ കണ്ടോ. എത്ര വില്ലേജ് ഒന്നും കണ്ടോ, എത്ര വില്ലേജ് ഒന്നും കണ്ടോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാർ എപ്പോഴും പറയും വില്ലേജ് ഇല്ല വില്ലേജ് ഇല്ല വില്ലേജ് ഇല്ലെന്ന്. അവർക്കൊക്കെ ഇഷ്ടമാണ് ചുമ്മാ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ വന്നു. നിനക്ക് അയ്യോ നിനക്കിപ്പോൾ അടുത്തത് നമുക്കിപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഓരോരുത്തന്മാരുടെ വീട് ചെക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോകും. ഇവിടുത്തെ ഇവരുടെ എൻട്രൻസ് എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവൻ്റെ എൻട്രൻസ് ശരിക്കും എവിടെയാണ്? പക്ഷെ അകത്ത് ഒന്നുമില്ല. പക്ഷെ അകത്ത് ആളുണ്ട്. പക്ഷെ ഇവ എങ്ങനെയാണ് ഇവൻ കെയർ ചെയ്തത്? സത്യത്തിൽ ഇവ എങ്ങനെയാണ് കെയർ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ എങ്ങനെയാടാ നീ കയറിയ? കണക്കോലും മനസ്സിലാവാത്ത രീതിയിൽ അവ എങ്ങനെയോ അങ്ങ് കയറി. നമുക്ക് മുകളിലൊക്കെ പോകാം. കണ്ട ഗൈസ്, എല്ലാം വില്ലേജാണ്. കണ്ട വില്ലേജ് ഫുള്ള് ഉടായ്പാണ് ഇവന്മാർക്ക്. ഉടായ്പ പോകാൻ പറ്റുന്ന ചെസ്റ്റ് ഞാൻ കുറേ പാവമാണ് ഗൈസ്, പാവം. ഡയമണ്ട്, എമറാൾഡ്, അടുത്ത ഗോൾഡ് ഇഗ്നറ്റ്. ഗോൾഡ് പിടിച്ചോ, നീയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചോ. ഇതൊക്കെ അയ്യോ സമ്മാനമായിട്ട് ഇതൊക്കെ ആയിരിക്കും. എടാ നിങ്ങൾ എന്തിനൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കണം? സത്യത്തിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വല്ലതും ആയിരിക്കും. വലിയ ഇവിടെ ഉണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഇവിടെ ഒന്നുമില്ല, കുറേ ഓരോ കട്ടകൾ ഇതൊക്കെയാണ് ഗൈസ്. ചേട്ടാ ഇവന്മാരെങ്ങനെയാണ് ഇവിടെ വന്നെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ നിങ്ങളൊക്കെ ശരിക്കും ഇവിടെ നിന്നാണ് എല്ലാവരും ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് ശരിക്കും എന്തോ ബെല്ല് 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 ബെല്ല്. ഇവിടെ ബെല്ലൊന്നും ഇല്ല കേസ്. ഇവിടെ ഒരു പിണ്ണാക്കും ഇല്ല സത്യത്തിൽ. ഒന്ന് അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയല്ലോ. ബെല്ല് ബെല്ല് ഇത് വേണ്ട, ഇത് മതി. ചേട്ടാ ഇമ്മാര് ശരിക്കും എന്തിനാണ്? ഓ സ്കെലിട്ടൻ സോംബി ഉണ്ടല്ലോ കൈ. സോംബി പറഞ്ഞതിനെ കുറിച്ചാണ് ഇമാര് പറയണത്. ഓ മനസ്സിലായി. എടാ നിന്റെ വീട്? ഇവൻ്റെ വീട് സുഖമാണാടേ, എന്നാ പിടിച്ചോ. ആർക്കറിയാം, ഇവ ഓടയുമില്ല. എന്നാലും ഈ വില്ലേജ് ഇവിടെ എങ്ങനെ വന്നെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കൈസ്. ഇവിടെ പറഞ്ഞ വേണ്ട, ടാറ്റ ബൈ ബൈ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. ഇവിടെ അങ്ങ് ദൂരെയാണ് ഗൈസ്. ഞാൻ ഈ അണ്ടർ വാട്ടറിൽ ഞാനൊരു വീടുണ്ടാക്കി കാണിച്ചു തരാം. അണ്ടർ വാട്ടറിലാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നത്. അണ്ടർ വാട്ടറിലാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നത്. അണ്ടർ വാട്ടറിലാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നത്. ആദ്യം എനിക്കൊരു കതവ് വേണം, പിന്നെ കുറേ ഐറ്റംസ്, പിന്നെ ഒരു ലാറ്റേൺ, പിന്നെ പിന്നെ ഏതൊക്കെയോ ഒരു 12 ഇത് വേണം, പിന്നെ ഇത് വേണം, പിന്നെ എല്ലാം വേണം.
ഓടിക്കണം അങ്ങോട്ട്. എന്നാലും അത് എങ്ങനെയാണ് സംഭവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടാകാൻ ഞാൻ ഇത്ര സന്തോഷിച്ചില്ല. എത്ര സന്തോഷത്തിലൂടെ എത്ര പൂർണ്ണമായ ഒരു സമാധാനമായിട്ട് അടുത്ത വന്നു കേസ് ഓരോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിപൊളി അടുത്ത് നിനക്കൊന്നും അയ്യോ അടുത്ത് അയ്യോ ആടാ 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 അടങ്ങിപ്പോ പൊങ്ങിപ്പോ. അടുത്തതിന് ശരിക്കാൻ എന്ത് പറഞ്ഞോ എന്തോ. അയ്യോ ഗൈസ് നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞു? അയ്യോ എനിക്കത് പൊങ്ങാനും പറ്റില്ല. പൊങ്ങാനും പറ്റുന്നില്ല. പക്ഷെ കണ്ടാ ഗൈസ് പോകാനും പോലും പറ്റത്തുള്ളൂ. അയ്യോ അപ്പോൾ ശരി ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ടാറ്റ ബൈ ബൈ.